ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ചാനലിൻ്റെ നെയിമൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. പഴയ നെയിം വെച്ചിട്ട് ഒരുപാട് ചാനൽസ് ഉണ്ട്, അതുകൊണ്ട് കൺഫ്യൂഷൻ വരണ്ടാന്ന് ഓർത്തിട്ട് വേറൊരു നെയിം ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഫില്ലിംഗ് വെച്ചിട്ടുള്ള നൂൽപുട്ടിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ നൂൽപുട്ടിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു ഫില്ലിങ്ങിനുള്ള പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നെട്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു അരത്തോടം വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്കിത്. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാനിപ്പോൾ ഒരു 3 മുട്ട പുഴുങ്ങിയിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഒരു സവാള വേണം, കുറച്ച് കറിവേപ്പില വേണം, കുറച്ച് തേങ്ങാക്കൊത്ത് വേണം മസാല റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. തേങ്ങയ്ക്കൊന്ന് അത്യാവശ്യം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറിൽ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഒരു ചില്ലിയുടെ പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പേസ്റ്റിന് അധികം എരിവൊന്നും ഉണ്ടാവില്ല, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാശ്മീരി ചില്ലി യൂസ് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വേറെ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം, ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ഒന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുരുമുളക് പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി നന്നായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ കുറച്ച് എന്തായാലും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ, നല്ലതാണ്. കുറച്ച് മധുരവും പുളിയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ മസാലയ്ക്ക് ഒന്ന് മിക്സ് ആവാനായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നതുകൊണ്ടാണ് ഇത് പുഴുങ്ങിയിട്ട് പൊടിച്ചെടുത്തത്. നിങ്ങളിപ്പോൾ വേറെ വല്ല കറിയായിട്ടൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് പീസായിട്ട് മുറിച്ചിട്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ നൂൽപുട്ടിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എഗ്ഗ് വെച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം മെത്തേഡിൽ തന്നെ ചിക്കന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമുക്ക് നൂൽപുട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലുള്ള കപ്പിലാണ് 2 കപ്പ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പപ്പൊടി അല്ലെങ്കിൽ പത്തിരിയുടെ പൊടിയായാലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഈ അരിപ്പൊടി എടുത്ത കപ്പിൽ ഒരു 2.5 കപ്പ് വെള്ളം നമുക്ക് ഇതിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കിയിട്ട് കുഴച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ പണിയായി പോകും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കിയിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റ് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് 2 കപ്പ് അരിപ്പൊടിക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഓരോ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ചിരട്ടപ്പുട്ട് മേക്കർ ഉണ്ടല്ലോ, അതാണിത്. അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുക്കൊരു വാഴയിലയുടെ കീറ് വെച്ചിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വാഴയിലയുടെ കീറ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ നൂൽപുട്ട് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഒരു പകുതിയോളം ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ബാക്കി സ്ഥലത്ത്.
ഈ ഫില്ലിങ് അത്യാവശ്യം വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും നൂലപ്പം ചുറ്റിച്ച് കൊടുക്കണം. ഒരു 4 നൂലപ്പം റെഡിയാക്കി എടുക്കാനുള്ള ഫില്ലിങ് ഉണ്ടാവും ഇത് കറക്റ്റായിട്ട്. ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൻ്റെ മീതേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് തേങ്ങ മീതേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ലാസ്റ്റത്തെ നൂൽപുട്ടും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂൽപുട്ടാണിത്. വേറെ കറികളൊന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് വെറുതെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്